ഇറാൻ ഇപ്പോൾ സുവർണ കാലമാണ്. ഇടവേള വരുന്നതും അതോടനുബന്ധിച്ച് വെടിനിർത്തൽ ഉണ്ടാകുന്നതും സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുതൽ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും ഇറാൻ ഈ തന്ത്രം വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചാകരക്കടത്ത് എന്നുള്ളതാണ് ചില യമനി പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇറാൻ്റെ തലവര തെളിഞ്ഞിരിക്കുന്നു. അവരിപ്പോൾ പണം വാരിക്കൂട്ടുകയാണ്. 4 ദിവസം കൊണ്ട് 1.6 ബില്യൺ ഡോളറിൻ്റെ എണ്ണയാണ് ഇറാൻ കടത്തി പണമാക്കിയത്. 20 ദശലക്ഷം ബാരൽ എണ്ണ 10 ടാങ്കറുകളിലായി ഇപ്പോൾ യാത്ര തുടരുന്നുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് മേലെ പറഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ചൈനയ്ക്കും തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമാണ് ഈ പറയപ്പെട്ട എണ്ണ വിൽപ്പന നടത്തിയത്. എന്നാൽ തെക്കു ഏഷ്യൻ രാജ്യങ്ങൾ ഏതൊക്കെ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇറാൻ പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റില്ല. ഇവിടെയും ഈ രാഷ്ട്രീയമായിരിക്കുന്ന വലിയ തന്ത്രങ്ങൾ ഇറാൻ പ്രയോഗിച്ചു. അഥവാ കറൻസി ഡോളറിൽ വിനിമയം പാടില്ല എന്ന് പറയുകയും ചൈനീസ് യുവാൻ ഇടപാട് വഴി മാത്രമാണ് ഈ ഇടപാട് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നത് എന്നൊരു പ്രത്യേകമുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല, അവരെ കറൻസി ഇങ്ങോട്ട് കൊടുത്താൽ മതി. മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്യണം? ചൈനീസ് കറൻസി വാങ്ങിയിട്ട് ഇറാന് നൽകണം. ആ ഒരു ഇടപാടിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. അറബിക്കടൽ, ചെങ്കടൽ, ഒമാൻ ഉൾക്കടൽ, മെഡിറ്ററേനിയൻ കടൽ എന്നീ കടൽ പരപ്പിലെല്ലാം അമേരിക്കയുടെ സുരക്ഷാ സൈനിക കപ്പലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേഖല അപ്പാടെ അവരുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ പോലും നിരീക്ഷണത്തിലാണ്. അപ്പോൾ ഈ നിരീക്ഷണത്തിലായതുകൊണ്ട് തന്നെ ഈ കരാർ വ്യവസ്ഥ എപ്പോൾ അവസാനിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മണിക്കൂർ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കിട്ടുന്ന അവസരം വേണ്ട വിധം ഉപയോഗിക്കുന്നു. അതായത് റെഡിയായി നിൽക്കുന്ന കപ്പലുകൾ ഉണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, അവർ ശേഖരിക്കപ്പെട്ട പെട്രോളിയങ്ങൾ, അതായത് എണ്ണക്കിണറിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട പെട്രോളിയങ്ങൾ വൻതോതിൽ വിൽപ്പന നടത്താൻ പ്രയാസപ്പെട്ട് കഷ്ടപ്പെടുന്ന സമയത്താണ് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഏകദേശ ധാരണ ഉണ്ടായത്. ഇപ്പോൾ ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായി വീണ്ടും ഹോർമുസിൽ കടൽ അടച്ചു. എന്നാൽ ഏറെക്കുറെ 6 മാസത്തേക്കെങ്കിലും ഒരു രാജ്യം നിലനിൽക്കാൻ ആവശ്യമായിരിക്കുന്ന സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുകൂടി പറയപ്പെടുന്നു. അപ്പോൾ ബ്ലാക്ക് ആയിട്ടും പെട്രോളിയം വിൽക്കുന്ന പരിപാടി ഇറാൻ ചെയ്യാറുണ്ട്. അത് പാകിസ്ഥാൻ്റെ കടൽ തീരത്തൂടെയൊക്കെയാണ് വിൽപ്പന നടത്തുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതാണെങ്കിലും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച ഒരേ ഒരു രാജ്യം ഇറാനാണ്. ഇസ്രായേലിനും അതുണ്ടായിട്ടില്ല, അമേരിക്കയ്ക്കും അതുണ്ടായിട്ടില്ല, അറേബ്യൻ രാജ്യങ്ങൾക്കും അതുണ്ടായിട്ടില്ല. ഇവർക്കതുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്നത് ഈ ഒമാൻ ഉൾക്കടൽ അടക്കമുള്ള പല മേഖലകളിലും കൃത്യമായ രീതിയിൽ അമേരിക്കയുടെ കപ്പലുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. 100 നോട്ടിക്കൽ മൈൽ വടക്കോട്ട് പോയാൽ അടുത്ത ദിവസം തന്നെ 150 നോട്ടിക്കൽ മൈൽ കിഴക്കോട്ട് പോകും. കിഴക്കാണെങ്കിലും വടക്കാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും 4 ദിക്കുകളും കൂടി തല തിരിഞ്ഞിട്ട് പല രൂപത്തിലാണ് അമേരിക്കൻ കപ്പലുകളെ വിന്യസിച്ചിരിക്കുന്നത്. കാര്യം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് അവർ പറയുന്നു. അപ്പോൾ ആ ഭാഗം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വലിയ ഉത്തരവാദിത്തമായിട്ട് വന്നിരിക്കുന്ന കാര്യം. കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ശത്രുവാണ് ഇറാൻ. അവർ ഏത് സമയത്തും ഏത് തരത്തിൽ ആക്രമിക്കും. നേരിട്ട് ആയിക്കൊള്ളണമെന്നില്ല, വളഞ്ഞ രീതിയിൽ ആക്രമിക്കും. 2-3 തരത്തിലുള്ള യുദ്ധം അവർക്കറിയാം. ഒന്ന്, സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന തരത്തിലുള്ള യുദ്ധം. ആ യുദ്ധം ഏതാണ്? ഉക്രൈനും റഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലാണ്. അത് സൈന്യവും മുഖാമുഖം ഏറ്റുമുട്ടുന്ന യുദ്ധമാണ്. രണ്ടാമത്തെ, ഇറാൻ സൈനികർക്ക് പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന ഒളിപ്പോർ യുദ്ധമാണ്. ഏതുപോലെ? ഗസയും ഇസ്രായേലും ഏറ്റുമുട്ടിയ പോലെ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സൈനികപരമായിട്ട് തന്നെ മുന്നോട്ട് വരും. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരത് കാണില്ല. അവർ ഒളിഞ്ഞു നിന്നുകൊണ്ട് പിറകിൽക്ക് വെടിവെക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആക്രമണമാണ് ഹമാസ് നടത്താറുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന വിഭാഗമാണ് ഇറാൻ്റെ സൈനികർ. മൂന്നാമതൊരെണ്ണം പറയുന്നുണ്ട്, യൂണിഫോം ധരിക്കാത്ത രീതിയിലും അവർ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. ഒന്നും മനസ്സിലാവില്ല. സാധാരണക്കാരെ പോലെ അവർ വരും, കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തും. വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേകമായിരിക്കുന്ന സൈനിക സംവിധാനം അവിടെ പറന്നെത്തിയിട്ട് ആക്രമിക്കും. അത് നിലവിലുള്ള സൈനികർക്ക് അപ്പുറമായ രീതിയിൽ അവിടുത്തെ ആത്മീയ നേതാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രഹസ്യമായിരിക്കുന്ന സംഘമാണ് എന്നും പറയപ്പെടുന്നു. ഇറാനുമായിട്ടുള്ള കരാർ അവരുടെ ഈ ആണവായുധ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെ പൂർണ്ണമായി
നിയന്ത്രിക്കുന്നില്ല എന്നൊരു പരാതി ഇപ്പോൾ ഇസ്രായേൽ പറയുന്നു. അത് ഇസ്രായേൽ ഇത് പറയാനുള്ള കാര്യം ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് രണ്ടാം ഘട്ടത്തിൽ ഓർമ്മസ് അടക്കാൻ വേണ്ടി കാരണം. അപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഈ അമേരിക്ക ഇസ്രായേലിനോട് ചോദിക്കാതെ പല കരാറുകളും ഒപ്പിടുന്നുണ്ട്, അല്ലെങ്കിൽ കരാറുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പരാതി. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഇസ്രായേൽ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? സാമ്പത്തിക രീതിയിൽ വലിയ തകർച്ച നേരിടുന്നുണ്ട് ഇറാൻ. സൈനിക പ്രതിരോധ രംഗത്ത് അവർ വല്ലാത്ത ക്ഷീണത്തിലാണ്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ മാത്രമാണ് അവർക്ക് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുക. അതായത് അമേരിക്കയ്ക്കും ഇസ്രായേലിനാണെങ്കിലും ഈ ഒരു സാഹചര്യങ്ങളും അവസ്ഥകളും കഴിഞ്ഞാൽ പിന്നീട് ഒരു സാഹചര്യം സമാനമായ രീതിയിൽ ഉണ്ടാവുകയില്ല. അപ്പോഴത്തേനും ഇറാൻ വലിയ രീതിയിൽ ശക്തി സംഭരിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത വിധം ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാൻ ആക്രമിച്ച് പരാജയപ്പെടുത്തണം എന്നുള്ള ഇസ്രായേലിൻ്റെ നിലപാടിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല. അതിന് ഈ അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് പറയുന്ന ഇറാനുമായുള്ള കരാറ് തെറ്റായിരുന്നു. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു? കൂടുതൽ ആയുധങ്ങളും ബാലിസ്റ്റിക് മിസൈലിൻ്റെ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങും. ഒരു കരാർ വ്യവസ്ഥയുടെ ഭാഗത്തും മിസൈൽ പദ്ധതികളെക്കുറിച്ച് പൂർണ്ണമായി നിയന്ത്രിക്കണം എന്ന് പരാമർശിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് യഥേഷ്ടം ഉണ്ടാക്കാം എന്ന് തന്നെയാണ്. ഇത് ഭാവിയിൽ വല്ലാത്ത രീതിയിൽ ക്ഷീണം ഇസ്രായേലിനുണ്ടാകും എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ലെബനാനിനെതിരെയുള്ള ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുകയും സാമ്പത്തിക ഉപരോധത്തിലും ഇറാൻ്റെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഇടപെടാൻ പറ്റാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തുകയും ചെയ്യുന്നു. ഇത് ഭാവിയിൽ ക്ഷീണം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ കരാറ് അപകടകരമായിരിക്കുന്ന ഒരവസ്ഥയാണെന്നും ഈ കരാർ റദ്ദാക്കിക്കൊണ്ട് പുതിയൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം, അത് ലെബനാനെ ഒഴിവാക്കണം എന്നും ഇസ്രായേൽ പറയുന്നു. ലെബനാൻ എങ്ങനെയാണ് ഇവിടെ വിഷയമായിട്ട് വരുന്നത്? അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേർക്കുനേരെയുള്ള യുദ്ധത്തിലും പോരാട്ടത്തിലും ലെബനാനെ വിഷയമാക്കുന്നത് എന്തിനാണ്? ലെബനാൻ തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ അതിർത്തി പങ്കിടുന്നില്ല ലെബനാൻ. പിന്നെ ഈ കാര്യത്തിൽ അവരെന്തിന് ഇടപെടണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ഇറാൻ്റെ സ്പീക്കർ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അതിർത്തി പങ്കിടാത്ത രാജ്യങ്ങളുടെ വിഷയപ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റില്ലെങ്കിൽ അമേരിക്കയുടെ ഏത് അതിർത്തി ഭാഗമാണ് ഇസ്രായേൽ പങ്കിടുന്നത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോടൊന്ന് വിശദീകരിച്ച് തന്നാൽ കൊള്ളാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിർത്തി തന്നെയല്ല വിഷയം. ആശയങ്ങളും അടിസ്ഥാനങ്ങളും പിന്നീട് ക്രൂശിക്കപ്പെടുന്ന വിഭാഗത്തെ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അതിലൊക്കെ സ്വാഭാവികമായിട്ട് ഇറാൻ ഇടപെടും. അത് പറയാനുള്ള അധികാരം ഇസ്രായേലിനില്ല എന്ന് ചുരുക്കം. നിലവിലിപ്പോൾ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജെ.ഡി. വാൾസൺ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു, ഇസ്രായേൽ പിടിച്ചു നിൽക്കാൻ ട്രംപ് മാത്രമേ നിലവിലുള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ നിലനിൽക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉള്ളതുകൊണ്ടാണ്. തങ്ങളെ പിന്തുണക്കുന്ന ഏക രാജ്യം എന്ന നിലക്ക് ആ രാഷ്ട്രത്തിൻ്റെ നേതാവിനെതിരെ തിരിയുന്നത് അപകടകരമായിരിക്കുന്ന മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ അപകടകരമാണ് എന്നുള്ളത് ഇസ്രായേൽ മനസ്സിലാക്കണം. അഥവാ ട്രംപിനെ വിമർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. നിങ്ങൾ ട്രംപിനെ വിമർശിക്കുന്നത് എന്തിനാണ്? കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംരക്ഷിക്കുന്ന ട്രംപ് മാത്രമാണ്. ലോകത്ത് ഒരു രാജ്യവും ഇസ്രായേൽ സംരക്ഷിക്കുന്നില്ല. എല്ലാവരും ഒറ്റപ്പെടുത്തി പോകുന്നു, മാറി നിൽക്കാൻ വേണ്ടി പറയുന്നു, ഒരു സഹായം നൽകുന്നില്ല, നൽകുന്ന സഹായം നിർത്തിവെക്കുന്നു. പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക്, പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തിലേക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ സഹായിക്കുന്ന അമേരിക്കയെ വിമർശിക്കുന്ന ഉചിതമല്ല എന്നുള്ളതാണ് വാൻസ് പറയുന്നത്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ധനകാര്യമന്ത്രിയായിരിക്കുന്ന സ്മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രിയായിരിക്കുന്ന ഇറ്റാമിർ ബെൻഗിറും പറഞ്ഞിരിക്കുന്ന, അതായത് തീവ്ര വലതുപക്ഷ മന്ത്രിമാരാണ് ഇവർ രണ്ടുപേരും. അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലെബനാനുമായി ബന്ധപ്പെട്ട വിഷയം അത് തങ്ങളുടെ മാത്രം സ്വകാര്യ വിഷയമാണ്, അതിൽ മറ്റു രാജ്യം ഇടപെടേണ്ട എന്നും ആ രാജ്യത്തേക്ക് തങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അനിവാര്യമാണ് എന്നതിനാൽ തീർച്ചയായിട്ടും അതിനെ ആവർത്തിക്കും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ സഹായം ഇസ്രായേലിന് കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ ഒരിക്കൽ പോലും ഭൂമുഖത്ത് അവർക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഇതിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.